സ്ട്രോബെറി ഫ്യൂഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബീട്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഞാൻ 2 മീഡിയം സൈസ് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇത് 1/4 കിലോ ബീട്രൂട്ട് ഉണ്ട്. ഇതിനെ നമുക്ക് ഇതിൻ്റെ എൻഡൊക്കെ കട്ട് ചെയ്ത് നല്ല പുല്ലൊന്ന് പീൽ ചെയ്തെടുക്കണം. അതിൻ്റെ തൊലിയൊക്കെ നമുക്ക് നല്ല പുല്ലൊന്ന് കളഞ്ഞു വെക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കണം. ഇവിടെ നമുക്ക് ബീട്രൂട്ടിന് പകരമായിട്ട് ക്യാരറ്റോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ ഒക്കെ വെച്ചിട്ട് ചെയ്യാം. പിന്നെ നമ്മൾ 500 ഗ്രാം ബീട്രൂട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ നേരെ ഡബിളാക്കിയിട്ട് എടുക്കാം. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ബീട്രൂട്ട് 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ വേവിച്ചെടുക്കണം. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മൾ ബീട്രൂട്ട് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം അത്രമാത്രം. പിന്നെ ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി. ഇതിപ്പോൾ അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഈ വെള്ളത്തിൽ നിന്ന് മാറ്റണം. ഈ ബീട്രൂട്ട് വേവിച്ചെടുത്ത വെള്ളം ബാക്കി ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഒന്ന് മാറ്റി വെക്കണം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടാവും ഇത്. ഇനി വേവിച്ചെടുത്ത ബീട്രൂട്ട് നല്ലപോലെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. ഒന്നുകിൽ മിക്സിയുടെ ജാറിലിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇതേപോലെ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ അടി കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ബീട്രൂട്ടിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ അതിൻ്റെ ഇടയിലായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ നേരത്തെ ബീട്രൂട്ട് വേവിച്ച വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 1/2 കപ്പ് എടുക്കുക. ഈ വെള്ളം ഇല്ലെങ്കിൽ വേറെ എക്സ്ട്രാ പച്ചവെള്ളം എടുത്താൽ മതി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കട്ടൊന്നുമില്ലാതെ നല്ലപോലെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കണം. അതും കൂടെ നമ്മുടെ ബീട്രൂട്ട് മിക്സിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനെ കുറുക്കിയെടുക്കണം. ഇപ്പോൾ ഇതുവരെ ഞാൻ തീ ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് തീ ഓൺ ചെയ്തിട്ട് നല്ലപോലെ നമുക്കിതിനെ കുറുക്കിയെടുക്കണം. നല്ല തിക്ക് പേസ്റ്റാണെന്നില്ല നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി കട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ ചിലപ്പോൾ അടി പിടിച്ച് പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതാ ഈ കൺസിസ്റ്റൻസി ഒന്നും പോരാ, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടണം. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ തീ ഓഫ് ചെയ്യാം. ഇനി ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ ബട്ടർ തടവിയ ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മുടെ ബീട്രൂട്ട് മിക്സ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ലെവലാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് ലെവലാക്കി എടുക്കുക. ഇതിന് ശേഷം ഇതിനെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു 4 മണിക്കൂറെങ്കിലും നമ്മൾ മിനിമം ഫ്രിഡ്ജിലേക്ക് വയ്ക്കണം. ഇപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞ് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടപ്പെട്ട ഷേപ്പിൽ, ഏത് ഷേപ്പിലാണ് നമുക്ക് ഇഷ്ടം ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട്, നമ്മൾ തേങ്ങ പൗഡർ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഓരോരോ പീസും അതിൽ ജസ്റ്റ് ഒന്ന് എല്ലാ സൈഡും ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഇതേപോലെ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് അതേപോലെയും ചെയ്യാം. ഏത് ഷേപ്പാണ് നമുക്ക് ഇഷ്ടം അതേപോലെ ചെയ്യാം. പിന്നെ ഇത് പിടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഭയങ്കരമായിട്ട് അങ്ങ് പ്രസ് ചെയ്തേണ്ട ആവശ്യമില്ല. ലൈറ്റായിട്ടൊന്ന് പിടിച്ചാൽ മതി കേട്ടോ കയ്യിൽ. ഇതേപോലെ നമുക്ക് എല്ലാ പീസും ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നിന്ന് റോൾ ചെയ്തെടുക്കാം.
ഇത് നമുക്ക് ലാസ്റ്റായിട്ട് ഇതിനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറീസ് ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഒരു ചെറീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിസ്തയോ ബദാമോ ഏത് വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ് ഇത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കൂടെ ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണം. താങ്ക് യു. ബൈ.